അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവർ, ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട ദിക്ർ, ഒരു അത്ഭുതകരമായ ദിക്ർ നമ്മുടെ ജീവിതത്തിൽ അത് നാം തീർച്ചയായും പകർത്തിയാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കി വെച്ച ആ കടങ്ങളൊക്കെ അല്ലാഹു തആല തീർത്തു കൊടുക്കും. അത്രയും അത്ഭുതകരമായ ദിക്റാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പഠിപ്പിച്ച ദിക്റാണ്. നമ്മുടെ ജീവിതത്തിൽ കടമുണ്ടെങ്കിൽ ആ കടങ്ങൾ എത്രയും പെട്ടെന്ന് കൊടുത്തു വിട്ടണം. കാരണം എപ്പോൾ മരിക്കും, ഏത് സമയത്ത് മരിക്കും ഒന്നും അറിയാത്ത പാവപ്പെട്ട അടിമകളാണ് നമുക്കെയും. അതുകൊണ്ട് കടമുള്ളവർ എത്രയും പെട്ടെന്ന് അതിനേക്കുള്ള കൊടുക്കാനുള്ള വഴി എപ്പോഴും കണ്ടെത്തണം. അങ്ങനെ ഒരു വഴിയും കാണുന്നില്ലെങ്കിൽ ഈ പറയാൻ പോകുന്ന പ്രാർത്ഥന ദിക്ർ നിങ്ങൾ നിത്യമാക്കുക. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പഠിപ്പിച്ചതാണ്. അങ്ങനെ പഠിപ്പിച്ചത് പ്രകാരം സ്വഹാബികൾ അത് ചെയ്തപ്പോൾ അവരുടെ കടങ്ങളൊക്കെ അല്ലാഹു തആല തീർത്തു കൊടുത്തു. അതുകൊണ്ട് നമുക്കും പകർത്താം. അല്ലാഹു കടങ്ങളൊക്കെ കൊടുത്തു വിട്ടാനുള്ള വഴികൾ അല്ലാഹു തആല തുറന്നു തരട്ടെ. കടം ബാക്കി വെച്ച് മരിക്കുന്നൊരവസ്ഥ ആർക്കും അല്ലാഹു തആല തരാതിരിക്കട്ടെ. കാരണം നമ്മുടെ പാപങ്ങളൊക്കെ റബ്ബ് പൊറുത്തപ്പെടുകയില്ല, നമ്മുടെ അഅ്മാലുകൾ അല്ലാഹു തആല സ്വീകരിക്കുകയില്ല. കടമെന്നുള്ളത് വല്ലാത്ത ഡേഞ്ചറാണ്. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ഒരു ദിവസം പള്ളിയിലേക്ക് പ്രവേശിച്ചപ്പോൾ അവിടുന്ന് ഒരു സ്വഹാബി, അൻസാരികളിൽപ്പെട്ട ഒരു സ്വഹാബി, അത് അബൂ ഹുമാമ റളിയല്ലാഹു അൻഹു ആയിരുന്നു. മഹാനായ അബൂ ഹുമാമ റളിയല്ലാഹു അൻഹുവിനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പള്ളിയിൽ കണ്ടപ്പോൾ അവിടുന്ന് ചോദിക്കുന്നു, യാ അബാ ഹുമാമ മാലി അറാക ജാലിസൻ ഫിൽ മസ്ജിദ് ഫീ ഗൈരി വഖ്തി സ്വലാ. നിസ്കാരമല്ലാത്ത സമയത്ത് അബൂ ഹുമാമ റളിയല്ലാഹു അൻഹുവിനെ എനിക്ക് പള്ളിയിൽ കാണുന്നുണ്ടല്ലോ, എന്താണ് സംഭവം, എന്താണ് നിങ്ങൾക്ക് പറ്റിയത്? അവിടെ നിന്ന് മഹാനായ അബൂ ഹുമാമ റളിയല്ലാഹു അൻഹു പറയുന്നു, ഹുമൂമുൻ ലസിമത്നി വദുയൂനുൻ യാ റസൂലല്ലാഹ്. നബിയെ, എനിക്ക് കടമാണ് നബിയെ, എൻ്റെ കടം അത് അധികരിച്ചിട്ടുണ്ട് നബിയെ. ഇതുകൊണ്ട് എനിക്ക് ടെൻഷനാണ്, പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, വല്ലാത്ത പ്രയാസത്തിലാണ് ഞാനുള്ളത്. അവിടെ നിന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അഫല ഉഅല്ലിമുക കലാമൻ ഇദാ അൻത ഖുൽതഹു അദ്ഹബല്ലാഹു അസ്സ വജല്ല ഹമ്മക വഖദ അൻക ദൈനക. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊന്ന് അബൂ ഹുമാമ റളിയല്ലാഹു അൻഹുവിനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഞാൻ നിങ്ങൾക്കൊരു കലാമ്, ഒരു ദിക്ർ പഠിപ്പിച്ചു തരാം. അത് നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങളുടെ കടം അല്ലാഹു തആല തീർത്തു തരും, നിങ്ങളുടെ ടെൻഷൻ അല്ലാഹു തആല ദൂരീകരിക്കും. അത്രയും മഹത്വമുള്ള ദിക്റാണ്. അവിടെ നിന്ന് അബൂ ഹുമാമ റളിയല്ലാഹു അൻഹു പറയുന്നു, യാ റസൂലല്ലാഹ്, എനിക്കൊന്ന് പഠിപ്പിച്ചു തരൂ നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നു, ഖുൽ ഇദാ അസ്ബഹത വ ഇദാ അംസൈത. നീ രാവിലെയും വൈകുന്നേരം, അതായത് സുബഹിയുടെ സമയത്തും മഗ്രിബിന്റെ സമയത്തും നിങ്ങൾ ചൊല്ലണം, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിൻ ഗലബത്തി ദൈനി വഖഹ്റിർ റിജാൽ. ഈ ദിക്റാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിൻ ഗലബത്തി ദൈനി വഖഹ്റിർ റിജാൽ. ഈ ദിക്ർ നിങ്ങൾ അങ്ങനെ ചൊല്ലിയാൽ നിങ്ങളുടെ കടങ്ങളൊക്കെ തീർത്തരുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അബൂ ഹുമാമ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു കൊടുത്ത പ്രകാരം മഹാനവറുകൾ അത് ചെയ്തു. മഹാനവറുകൾ പറയുന്നു, ഫഫഅൽതു ദാലിക ഫഅദ്ഹബല്ലാഹു അസ്സ വജല്ല ഹമ്മി വഖദ അന്നി ദൈനി. എൻ്റെ കടവും എനിക്കുള്ള ടെൻഷനും അല്ലാഹു തആല എടുത്തു കളഞ്ഞു, എല്ലാത്തിനും പരിഹാരം കാണിച്ചു തന്നു. ഇപ്പോൾ ഞാൻ സന്തുഷ്ടനാണ്. അവിടെ നിന്ന് അബൂ ഹുമാമ റളിയല്ലാഹു അൻഹു പിന്നെ പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും ഈ ദിക്ർ, ഈ ഒരു പ്രാർത്ഥന ദിവസവും പ്രഭാത സമയത്തും അതേപോലെ തന്നെ വൈകുന്നേരവും ചൊല്ലാനുള്ള തൗഫീക്ക് തരട്ടെ. കടമുള്ള ഓരോരുത്തരും ജീവിതത്തിൽ പകർത്തുക. കടമുള്ളവർക്ക് ഈ വിഷയം, ഈ സന്ദേശം എത്തിച്ചു കൊടുക്കുക. അല്ലാഹു തആല സ്വീകരിക്കുമാരാകട്ടെ.